എല്ലാവർക്കും നമസ്കാരം. നാടൻ കിച്ചൺ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ deepashyam. കഴിഞ്ഞ എൻ്റെ 2 വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി മിൽക്ക് ഷേക്ക്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് 1 ലിറ്റർ പാല്, പിന്നെ 2 അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. അവക്കാഡോ ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള അവക്കാഡോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 3 ചെറിയ പഴം. ചെറിയ പഴത്തിന് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഉപയോഗിക്കാവുന്നതാണ്. നേന്ത്രപ്പഴം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ്, വാനില ഐസ്ക്രീം. ഇത് വാനില ഐസ്ക്രീമാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നല്ലത്, അതുകൊണ്ട് ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തേന് പകരം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ തേനാണ് എടുത്തിരിക്കുന്നത്. ചേർക്കാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത്. ഇത്രയാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജാറിലോട്ട് നമുക്ക് ഈ അവക്കാഡോ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. നിങ്ങളുടെ ജാറ് വലിയ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇടാം. ഇതിപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. ചെറുതായിട്ട് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിടാം. ഇതിലോട്ട് നമുക്ക് പഴം അരിഞ്ഞ് ചേർക്കാം. അതും ചെറുതായിട്ട് തന്നെ ഞാൻ അരിയാണ്. നമുക്കിതിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തണുത്ത പാൽ വേണം നമുക്ക് ഇതിനു വേണ്ടി എടുക്കാൻ. ഫ്രിഡ്ജിൽ വെച്ച പാല് അപ്പം ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ആയോ നോക്കാം. തുറന്ന് നോക്കുകയാണ് ഞാൻ. ഇതിപ്പോൾ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തേനും ബാക്കിയുള്ള ഇതോടെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതും ഇട്ട് കൊടുത്ത്, അതേപോലെ നമ്മുടെ ഐസ്ക്രീം നിങ്ങളുടെ തോനെ മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ തോനെയും ചേർക്കാം. അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പം ഒരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിനി ബാക്കിയിരിക്കുന്ന പാലും തേനൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഞാൻ ബാക്കിയുള്ള പാലൊഴിക്കുകയാണ്. ബാക്കിയുള്ള പാലൊഴിച്ചു. ഇനി ഇതിനകത്തോട്ട് തേനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയും ചേർക്കാം. നിങ്ങൾക്ക് തേന് ഇഷ്ടമാണെങ്കിൽ തേൻ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. മധുരം തോനെ വേണമെങ്കിൽ തോനെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. തുറന്ന് നോക്കാം, എന്തോ ആയെന്ന് നോക്കാം. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഹെൽത്തി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.